അയോൾ നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസും ട്രേഡ് സെറ്റപ്പാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. വീഡിയോ ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റ് ആയി. ഓക്കെ, അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ഒരു സ്പോട്ട് പ്രൈസിന്റെ ചാർട്ടിലാണ്. നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിമിന്റെ ചാർട്ടിലാണ് ഉള്ളത്. അപ്പം നാളത്തേക്ക് നമുക്ക് ലെവൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം നാളെ നമുക്ക് ഞാൻ ഈ ഒരു ലെവല് ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം അനാലിസിസ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 22,800 മുകളിലായിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലോങ് എൻട്രി ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് അപ്രോച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. 22,800 ലെവൽ ബ്രേക്ക് ചെയ്ത സമയത്ത് മാർക്കറ്റ് 23,000ലേക്ക് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നാളെ നമുക്ക് ഈ ഒരു ലെവൽ, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് 23,000 മുതൽ 23,050 വരെയുള്ള ഒരു ഏരിയ ഞാൻ ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് സോണായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നാളത്തെ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 23,050 മുകളിലായിട്ട് നമുക്കൊരു ലോങ് എൻട്രിക്കുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതേ ഏരിയയിൽ ഒരു ഫ്യൂച്ചറിന്റെ ലെവലുണ്ട്. അപ്പം ഫ്യൂച്ചറിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം സ്മാർട്ട് മണി ആക്ടിവിറ്റി നടന്ന ഒരു ഏരിയ ആണ്. അപ്പൊ അത് ആ ലെവല് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഒരു ലോങ് എൻട്രി ട്രൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. കാരണം കഴിഞ്ഞ കുറെ ദിവസം മുമ്പ് മാർക്കറ്റ് താഴേക്ക് ഡൗൺ സൈഡിലേക്ക് സ്മാർട്ട് മണി ആക്ടിവിറ്റി നടന്നൊരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഈ ലെവല് മാർക്കറ്റ് ക്രോസ് ചെയ്യുന്ന മുമ്പായിട്ട് ഫ്യൂച്ചറിന്റെ ചാർട്ടിൽ ഞാൻ ആ ലെവൽ ഡിസ്കസ് ചെയ്യും. അപ്പം ആ ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ലെവൽ ക്രോസ് ചെയ്യുന്നത് മാത്രമേ, ആ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്തതിനു ശേഷം മാത്രമേ ഒരു ലോങ്ങിലേക്ക് എൻട്രി പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് അഗെയിൻ താഴേക്ക് റിജക്ട് ചെയ്യാനുള്ള ചാൻസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ലെവൽസ് എല്ലാം സെയിം ലെവൽ തന്നെയാണ്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് 22,800 സപ്പോർട്ട്, 22,640 സപ്പോർട്ട്, അതുപോലെ തന്നെ 22,465 ലെവല് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഞാൻ ഈ 22,640 ലെവൽ ജസ്റ്റ് ഇങ്ങോട്ട് മാറ്റുകയാണ്. 22,567 ലെവൽ നിങ്ങൾ മാർക്ക് 560 ആ ലെവലിൽ നിന്ന് മാർക്ക് ചെയ്യുക. അപ്പം 800 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ലെവലിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. 22,560. അപ്പം നാളത്തേക്ക് ഡൗൺ സൈഡിലേക്ക് നമുക്ക് ഈ ഒരു 560യുടെ താഴെയായിട്ട് നമുക്കൊരു ഡൗൺ സൈഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒരുപക്ഷെ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് പ്രൈസ് റിജക്ഷൻ നിന്ന് താഴേക്ക് പോവുകയാണെങ്കിൽ താഴേക്ക് ഒരു ഡൗൺ സൈഡ് മൂവ് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ഈ ഒരു ലെവൽ താഴേക്ക് ക്രോസ് ചെയ്താലും നമുക്കൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആണ് താഴേക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് ആയിട്ട് നമുക്ക് 22,465 ലെവല്, അതുപോലെ തന്നെ 22,368 ലെവല്, ഇതൊക്കെ നമുക്ക് സപ്പോർട്ടായിട്ട് നമുക്ക് മാർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ലെവൽസ് ഒക്കെയാണ് ബാക്കിയുള്ളത്. അതുപോലെ തന്നെ 23,50 ഞാൻ ആ ഫ്യൂച്ചറിന്റെ ലെവൽ പറയും. അപ്പൊ അതിന്റെ മുകളിലായിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 23,200 ലെവല് ഒരു റെസിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ 23,350 ഏരിയ, അതുപോലെ തന്നെ 23,450 ലെവലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പൊ മാർക്കറ്റ് ഈ 23,000 മുകളിലായിട്ട് 23,050 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് അടുത്ത ദിവസം 1-2 ദിവസങ്ങളിൽ ഈ ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് റിജക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഡൗൺ സൈഡ് ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ നിങ്ങൾ ഈ ലെവൽ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 23,600 ആണ്. അപ്പം ഞാൻ നേരെ ഫ്യൂച്ചറിന്റെ ചാർട്ടിലേക്ക് പോവാണ്. ഞാനിപ്പം മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിലാണുള്ളത്. അപ്പം ഫ്യൂച്ചറിന്റെ ലെവൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഇന്ന് ക്രിയേറ്റ് ചെയ്ത, അതായത് സ്മാർട്ട് മണി ആക്ടിവിറ്റി എന്ന് പറയുന്ന ഏരിയ സിംഗിൾ പ്രിന്റ് ക്രിയേറ്റ് ചെയ്ത ലെവലാണ്. അതായത് 23,030 ഫ്യൂച്ചറിന്റെ ലെവലാണ്. അപ്പം ഈ ഒരു ലെവൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. അതായത് നല്ല ഹ്യൂജ് ആയിട്ട് ബൈ നടത്തുന്ന ബൈ ആക്ടിവിറ്റി നടന്ന ഒരു ഏരിയ ആണ്. അപ്പം പ്രൈസ് ഇതിന് മുകളിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ ടച്ച് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് ബൗൺസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ വാല്യൂ ഏരിയ ഹൈയും അതുപോലെ തന്നെ വാല്യൂ ഏരിയ ലോയും മാർക്ക് ചെയ്യുക. വാല്യൂ ഏരിയ ഹൈ എന്ന് പറയുന്നത് 22,924 വാല്യൂ ഏരിയ ഹൈ. അതുപോലെ തന്നെ വാല്യൂ ഏരിയ ലോ എന്ന് പറയുന്നത് 22,623. അപ്പം ഇതിനിടയിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡ് വൈസിനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വാല്യൂരിന്റെ മുകളിലാണ് മാർക്കറ്റിന്റെ ഓപ്പണിംഗിൽ മാർക്കറ്റ് അപ് സൈഡിലേക്ക് ട്രെൻഡിങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വാല്യൂരിന്റെ താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺ സൈഡിലേക്കുള്ള ഒരു ട്രെൻഡിങ് ആവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ലെവൽ മാർക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു POC ലെവല് ഒരു സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടും മാർക്കറ്റിൽ ആക്ട് ചെയ്യും. 22,734 ഇത് ഫ്യൂച്ചറിന്റെ പ്രൈസ് ആണ്, ചാർട്ടാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതായത്
അപ്സൈഡിലേക്ക് മാർക്കറ്റ് പോകുന്ന സമയത്തും ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 27.3 അതായത് ഒരു ഡൗൺ സൈഡിലേക്ക് ഒരു സ്മാർട്ട് മണി ആക്ടിവിറ്റി നടന്ന ഒരു ഓപ്പണിംഗ് ആണ്. അതായത് ഒരു പെർഫെക്റ്റ് ഓഡി എന്ന് പറയുന്ന കണ്ടീഷനിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 23,120 മുതൽ 23,166 മുകളിലായിട്ട് ആ ഒരു ഏരിയ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അതിന്റെ മുകളിൽ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്ത് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ, നല്ലൊരു വോളിയം ബിൽഡപ്പ് വന്ന് മാർക്കറ്റ് ആ ലെവൽ ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു അപ്സൈഡിലേക്കുള്ള ഒരു വ്യൂ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നാളെ ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നാളെ ഒരു സ്മാർട്ട് മണി ടൈപ്പ് ഓഫ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ മാർക്കറ്റ് ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ പ്രൈസ് ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് റിജക്ട് ചെയ്ത് താഴേക്ക് പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. കാരണം ഇത് ഒരു സ്മാർട്ട് മണി ആക്ടിവിറ്റിയുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഏരിയ ആണ്. അപ്പൊ അത്രയും സ്ട്രോങ് ആയിട്ട് ഒരു സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള, അതായത് സെൽ ഓർഡേഴ്സ് ഉള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ആ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈസ് റിജക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ആ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം നിങ്ങൾ സ്പോട്ട് പ്രൈസ് ലെവൽ പറഞ്ഞ പോലെ തന്നെ ഈ ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് മാത്രം ഒരു എൻട്രി മുകളിലോട്ട് പ്ലാൻ ചെയ്യുക. ആദ്യത്തെ ഒരു 1 അവർ വെയിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.